ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഒരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി കമൻസും ഒക്കെ വായിച്ചു. നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ ബാച്ചായി +1 മാത്സിന് ടഫാക്കി പാറ്റേൺ മാറ്റി നമ്മളെ പരീക്ഷിച്ചു. ആൻഡ് +2 എത്തിയപ്പോഴാണെങ്കിൽ നമ്മളുടെ ഫിസിക്സ് എക്സാം പാറ്റേൺ ചേഞ്ചായി. ബയോളജിയിലാണെങ്കിൽ ബോട്ടണി നമ്മളെ പ്രശ്നത്തിലാക്കി. ഇപ്പോൾ അതേ കെമിസ്ട്രിയും നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് ഡിഫിക്കൽട്ടി എത്തിച്ചു എന്നുള്ള ഒരു പ്രശ്നവും ആ ഒരു കൺസേൺ ആയിരിക്കും എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നത്. ആൻഡ് ഇപ്പോൾ കുറേ മക്കളുടെ കമൻറ്റ് ഞാൻ പൊട്ടി, ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് കണ്ടു. മിസ്സിന് മനസ്സിലാവും നിങ്ങളുടെ വിഷമം. അതായത് നമ്മൾ ഇത്രയും പഠിച്ചിട്ടും നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ എഴുതാൻ പറ്റാത്തത് കൊണ്ടുള്ള ആ ഒരു വിഷമം മിസ്സിന് മനസ്സിലാവും. കുറേ മക്കളൊക്കെ നമ്മൾ ഫുൾ മാർക്കും ഫുൾ A+ ഒക്കെ നേടണം എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത മക്കൾക്ക് അത് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഷമം മിസ്സിന് മനസ്സിലാവും. കാരണം ഇപ്പോൾ പഠിച്ച ആൾക്കും പഠിക്കാത്ത ആൾക്കും എല്ലാം സെയിം ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയതുപോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പഠിച്ചിട്ടും കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നിങ്ങൾ ഇനിയുള്ള എക്സാംസിന് ചിലപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലേക്ക് വരെ എത്തിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് എടുക്കണ്ട. അതായത് നിങ്ങളുടെ ഇനിയുള്ള എക്സാമിന് ഇനിയിപ്പോൾ ഞാൻ എന്തിനാ പഠിക്കണേ, ഇതേപോലെ ആവുകയാണെങ്കിൽ എന്തിനാ പഠിച്ചിട്ട് വെറുതെ എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. കാരണം നിങ്ങളുടെ ഈ ഒരു എക്സാംസ് ഇപ്പം നമ്മുടെ ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജിയിൽ ബോട്ടണി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമാണോ ടഫായത്? ഒരിക്കലല്ല അല്ലേ. ടഫായതെന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള എല്ലാ +2 മക്കൾക്കും എന്താണ് എക്സാം ടഫായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മാർക്കിന് അത് വലിയ രീതിയിൽ ഒരാൾക്ക് ഭയങ്കര കൂടുതൽ ഒരാൾക്ക് ഭയങ്കര കുറവ് അങ്ങനെ ആവുമോ? ഇല്ല. കാരണം എല്ലാവർക്കും ടഫായിട്ടുള്ള പേപ്പർ എന്തായിരിക്കും, പേപ്പർ വാല്യൂഷൻ്റെ സമയത്ത് കുറച്ച് ലിബറൽ ആയിട്ടായിരിക്കും നോക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഭയങ്കര ടഫായതുകൊണ്ടും പെട്ടെന്നുള്ള ഈ പാറ്റേൺ ചേഞ്ചിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ആവുമെന്ന് കരുതിയിട്ട് നിങ്ങൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ പറ്റുക? നമ്മുടെ മാത്സിന് ചിലപ്പോൾ ഈസി പേപ്പർ ആണെങ്കിൽ നമ്മൾ പഠിക്കാതെ പോയത് കാരണം നമുക്ക് അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലിബറൽ വാല്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കുട്ടികളോട് മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾ ഒത്തിരി കൺസേൺഡ് ആവണ്ട. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അയ്യോ അതങ്ങനെ പോയില്ലേ, എൻ്റെ A+ പോയില്ലേ, എൻ്റെ ഫുൾ മാർക്ക് പോയില്ലേ, ഫുൾ A+ പോയില്ലേ, നിങ്ങൾ അങ്ങനെ കൺസേൺഡ് ആവണ്ട. നമ്മൾ എന്ത് ചെയ്യുക, കഴിഞ്ഞത് കഴിഞ്ഞു. അതിന് ഇനി നമുക്ക് ചിലപ്പം എന്തെങ്കിലും ഉണ്ടാവുമോ, ലിബറൽ ആയിരിക്കുമോ വാല്യുവേഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതല്ലാതെ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, നിങ്ങളായിട്ട് ചിന്തിച്ചു കൂട്ടി നിങ്ങളുടെ മാനസിക നില സ്ട്രെസ്ഡ് ആക്കാതിരിക്കുക. ഇനിയും നമുക്ക് പരീക്ഷകളുണ്ട്. ആ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ടഫ് ആയിക്കോട്ടെ, പാറ്റേൺ ചേഞ്ച് ആയിക്കോട്ടെ, ഈസി ആയിക്കോട്ടെ, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി വെക്കുക. അതിലെന്തായാലും അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും. ഇനിയിപ്പോൾ ടഫ് ആണെങ്കിൽ ചിലപ്പോൾ വാല്യുവേഷൻ ലിബറൽ ആവാം. ഇനിയിപ്പോൾ ഈസി ആണെങ്കിൽ നമുക്ക് പഠിച്ചതുകൊണ്ടല്ലേ എഴുതാൻ പറ്റിയത്. ആ ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. അല്ലാതെ ഒത്തിരി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അല്ലാത്തതായിട്ടുള്ള കുറേ സ്ട്രെസ്ഡും ഒക്കെ ആയിരിക്കും നിങ്ങൾ. കാരണം എക്സാം സ്ട്രെസ് ഉണ്ടാവും, ബാക്ക് ടു ബാക്ക് എക്സാംസ് വരുന്നത് തന്നെ ഉണ്ടാവും, ഇപ്പോൾ ടഫായതിനെ ഉണ്ടാവും, ചൂടെടുത്തിട്ട് നമ്മളിങ്ങനെ പഠിക്കുന്നത് തന്നെ ഉണ്ടാകും. കുറേ മക്കളാണെങ്കിൽ ഒത്തിരി ക്ഷീണിച്ചിട്ടൊക്കെ നോമ്പൊക്കെ എടുത്തിട്ട് പഠിക്കുന്നവരുണ്ടാകും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളൊരു ആഡഡ് പ്രശ്നവും കൂടി കൊടുക്കണ്ട, ഒത്തിരി അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടഫായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് വാല്യുവേഷനിൽ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയുള്ള എക്സാം എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, നല്ലതായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ എൻ്റെ മക്കളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു സ്കോർ ഇപ്പോൾ +2 നമുക്ക് ഇത്രയും മാർക്സ് ഇപ്പോൾ കുറവാണ് വരുന്നതെങ്കിൽ അത് നമ്മളുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള നിങ്ങളുടെ ഇപ്പം കോളേജുകളിലേക്കുള്ള അഡ്മിഷനെ നിങ്ങളെ ബാധിക്കൂ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഇതിപ്പോൾ പറഞ്ഞതുപോലെ കേരളത്തിലുള്ള എല്ലാ +2 കുട്ടികൾക്കും ഇങ്ങനെയാണ് സംഭവിച്ചത് അല്ലേ. അപ്പോൾ മാർക്ക് കുറയുമ്പോൾ നിങ്ങളുടെ ഒരാളുടെ മാർക്ക് അല്ല കുറയുക, എല്ലാവരുടേതും കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കട്ട് ഓഫിലും വ്യത്യാസമുണ്ട്. അപ്പോൾ കോളേജിലേക്ക് മെറിറ്റിന് അഡ്മിഷൻ അങ്ങനത്തെ കുറേ കമൻസ് കണ്ടു. ഞങ്ങൾ മെറിറ്റിനല്ലേ കഷ്ടപ്പെട്ട് പഠിച്ച് മെറിറ്റിൽ തന്നെ കയറാൻ വേണ്ടിയിട്ട് കോളേജുകളിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കാത്തിരുന്ന മക്കൾക്ക് ഇതൊരു തിരിച്ചടി ആവുമോ എന്നൊക്കെയുള്ള രീതിയിൽ കമൻസ് ഒക്കെ കണ്ടു. മക്കളെ, സ്കോർ കുറയാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരാളുടെ അല്ല. അപ്പം ഈസി പേപ്പർ ആകുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ 99%, 98% ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. കുറയുമ്പോൾ അതിനനുസരിച്ച് എല്ലാവർക്കും കുറയില്ലേ, കാരണം എല്ലാവർക്കും ടഫായ പേപ്പറാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മുടെ എന്താണ് മെറിറ്റിൽ അഡ്മിഷൻ കയറാനുള്ള ആ ഒരു കട്ട് ഓഫിലും കുറവുണ്ടാകും. അല്ലാതെ ഭയങ്കര ഇത്രയും ടഫ് പേപ്പറിന് ഭയങ്കര കട്ട് ഓഫ് ഒന്നും വെക്കില്ല. ഓക്കെ, അപ്പോൾ കട്ട് ഓഫിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ മെറിറ്റിൽ കയറാൻ വേണ്ടി കാത്തിരുന്ന മക്കൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയോ അങ്ങനെയൊന്നും വരില്ല. ഓക്കെ, ഇനിയിപ്പോൾ വേറെ എൻട്രൻസ് എക്സാംസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എൻട്രൻസ് എക്സാമിന് കംപ്ലീറ്റ് നിങ്ങളുടെ ഈ +2 മാർക്സ് അല്ല കൺസിഡർ ചെയ്യുക. 50 ഇതും 50 നിങ്ങളുടെ എൻട്രൻസിൻ്റെ സ്കോറുമാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചുള്ള ടെൻഷനുകളൊക്കെ മാറ്റി വെക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.